അങ്ങനെ ഇപ്പൊ കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നിളയുടെ ഓപ്പറേഷൻ എങ്ങനെ നടക്കും, എങ്ങനെ അതിനുള്ള പണം ഉണ്ടാക്കും എന്നൊന്നും അറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാവേരി ഒരു സൈഡില്, മറ്റൊരു സൈഡില് കാവേരിയെ അന്വേഷിച്ച് തിരുവനന്തപുരം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പൊ കാവേരി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അമ്പലത്തിൽ വന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് തന്റെ വിഷമങ്ങളെല്ലാം കാവേരി പറഞ്ഞതിന് ശേഷം ഒരു സമാധാനത്തിന് വേണ്ടി ആ അമ്പലത്തിൽ തന്നെ കുറച്ച് സമയം ഇരിക്കുകയാണ് കേട്ടോ. ഒരു തൂണില് ചാരി കാവേരി ഇരിക്കുകയാണ്. അതേ തൂണിന്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നിവിനും ഇരിക്കുന്നുണ്ട്. കാവേരി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ദുഃഖങ്ങളൊക്കെ ദൈവത്തോട് പറയാൻ വന്നതാണ് നിവിൻ. അങ്ങനെ നിവിനും ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ആ തൂണി ചാരി അവിടെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരേ തൂണിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് സൈഡിലായിട്ട് പരസ്പരം കാണാതെ കാവേരിയും നിവിനും കുറച്ച് സമയം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ നമ്മുടെ രാഗിണി എത്തുന്നത്. നിവിനെ അന്വേഷിച്ച് നിവിന്റെ പിന്നാലെ വന്നതാണ് കേട്ടോ. അങ്ങനെ രാഗിണി വന്ന് നോക്കുമ്പോൾ ആ ഒരു കാഴ്ച രാഗിണി കാണുകയാണ്. ഒരു തൂണിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ടുപേരും ഇരിക്കുന്നു. രണ്ടുപേരും കണ്ടോ സംസാരിച്ചോ എന്നൊന്നും അറിയില്ല. അപ്പൊ പിന്നെ രാഗിണി എന്തായാലും രാഗിണിയുടെ ഫോണിൽ അതൊരു ഫോട്ടോ ആക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ദൂരെ നിന്ന് രാഗിണി ഇവരെ രണ്ടുപേരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കാവേരി അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നിവിനെ കാവേരി കാണുകയാണ് കേട്ടോ. അപ്പൊ നിവിൻ അവിടെ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് നിവിൻ കാവേരിയെ കാണുന്നില്ല. അങ്ങനെ കാവേരി നിവിനെ കണ്ട ഉടനെ ആകെ എന്തൊക്കെയോ ആലോചിക്കുന്നു. ഇതിപ്പോ നിവിനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണല്ലോ കാവേരി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിവിന്റെ കല്യാണം കഴിഞ്ഞു, രാഗിണിയായിട്ടുള്ള വിവാഹം നടന്നു എന്നാണല്ലോ കാവേരിയുടെ തെറ്റിദ്ധാരണ. അപ്പൊ അതൊക്കെ ആലോചിച്ചുകൊണ്ട് കാവേരി നിവിനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് നിവിൻ ഉണരുന്നതിന് മുമ്പ് അവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ രാഗിണി കാവേരിയുടെ പിന്നാലെ ഓടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് അമ്പലത്തിന്റെ പുറത്ത് വെച്ച് കാവേരിയെ കാവേരി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവര് തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ കാവേരി രാഗിണിയോട് പറയാണ്, നോക്ക് രാഗിണി, നീ വിചാരിച്ചതുപോലെ നിന്റെ കല്യാണം നിവിനുമായിട്ട് നടന്നു കഴിഞ്ഞു. ഞങ്ങളെ ഇനി വെറുതെ വിട്ടേക്ക്. നിന്നോട് ഇനി ഓരോന്ന് പറഞ്ഞ് വഴക്കിടാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് 1000 പ്രശ്നങ്ങളുണ്ട്, എന്നെ വിട്ടേക്ക് രാഗിണി, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കാവേരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ രാഗിണി ആലോചിക്കുകയാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഇവളെന്താ കല്യാണം എന്നൊക്കെ പറഞ്ഞത്? ഓ, അപ്പോൾ എന്റെയും നിവിന്റെയും കല്യാണം അന്ന് തന്നെ നടന്നു എന്നാണോ കാവേരി വിചാരിച്ചിരിക്കുന്നത്? അന്ന് മണ്ഡപത്തിലുണ്ടായ സംഭവങ്ങളൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ലേ? ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അന്ന് മണ്ഡപത്തിൽ നിന്ന് ഇവള് തിരുവനന്തപുരത്തേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം നിവിനും ഇവളും തമ്മിൽ സംസാരിച്ചിട്ടില്ല. കല്യാണം മുടങ്ങിപ്പോയ വിവരമൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിവിനാണ് ഇപ്പോഴും ഇവളെ തേടി ഇവളുടെ പിന്നാലെ നടക്കുന്നതല്ലേ? ഇവള് നിവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് രാഗിണി അകത്തേക്ക് പോവാണ് നിവിനെ കാണാൻ. അങ്ങനെ അവിടെ കണ്ണടിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്ന നിവിന്റെ അടുത്തേക്ക് പോയി, നിവിൻ എന്താ ഇവിടെ, എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നെ കാണാൻ വന്നതെന്നൊക്കെ പറയുമ്പോൾ, രാഗിണി എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് സ്വസ്ഥത താ. നിന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാ നിന്നെ ഞാൻ വിവാഹം കഴിക്കാത്തത്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നീ ഒന്ന് എന്നെ വെറുതെ വിട് എന്നൊക്കെ പറയുമ്പോൾ രാഗിണി പറയാണ്, അല്ല നിവിൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? കാവേരിയെ കണ്ടുപിടിക്കാനാണോ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, കാവേരിയെ ഞാൻ കണ്ടെത്തും, ഒരു ദിവസം എന്തായാലും ഞാൻ എൻ്റെ കാവേരിയെ കണ്ടെത്തും എന്നൊക്കെ നിവിൻ പറയുമ്പോൾ രാഗിണി പറയണം, ഓഹോ, നീ കണ്ടെത്തും അല്ലേ, എന്നാൽ നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്ര നേരം നിന്റെ തൊട്ടടുത്താണ് ആ കാവേരി ഇരിക്കുന്നുണ്ടായിരുന്നത്, എന്നിട്ട് നീ അവളെ കണ്ടിട്ടില്ല. പിന്നെയാണോ അവളെ എങ്ങോട്ടോ എണീറ്റ് പോയതിനു ശേഷം ഇനിയിപ്പോൾ അവളെ കണ്ടുപിടിക്കാൻ പോകുന്നത്? നിന്നെ കൊണ്ട് അത് കഴിയില്ല നിവിൻ. ദേ നോക്ക്, ആ കാവേരിക്ക് നിന്നെ വേണ്ട. നിന്നെ ഇവിടെ കണ്ടിട്ട് പോലും നിന്നോടൊരു വാക്ക് പോലും സംസാരിക്കാതെ അവൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറി എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടതാണ്. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിനക്കിപ്പോഴും മനസ്സിലായില്ലേ അവൾക്ക് നിന്നെ വേണ്ട? നീ ഇനി അവളെ മറന്നു കളഞ്ഞിട്ട് എന്നെ വിവാഹം കഴിക്കുക, അതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെ കാവേരി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ നിവിൻ ഇങ്ങനെ രാഗിണിയോട് ചൂടാവുകയാണ്, ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്, കടന്നു പൊയ്ക്കോ എന്റെ കൺമുമ്പിൽ നിന്ന്. കാവേരിക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാ പോകുന്നത്. അത് നീയല്ല, ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് രാഗിണിയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് നിവിൻ. അങ്ങനെ രാഗിണി അതിൻ്റെ ഒരു ദേഷ്യത്തിലും കലിപ്പിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാഗിണി നേരെ വീട്ടിലേക്ക് വരുന്നു. ജയപാലനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, നിവിനെ ഞാൻ കണ്ടു, അവൻ എന്നെ വല്ലാതെ അവോയ്ഡ് ചെയ്യാണ്, അവൻ എന്നെ വേദനിപ്പിക്കുന്നത് പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അവൻ ഇപ്പോഴും ആ കാവേരിയെ തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അച്ഛാ എന്നൊക്കെ പറയുമ്പോൾ, അവനത് ഇതുവരെ വിട്ടില്ലേ എന്നൊക്കെ ജയപാലൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ രാഗിണി പറയാണ്, അച്ഛൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അവൻ ആ കാവേരിയെ കണ്ടുപിടിച്ചേ തീരൂന്നും പറഞ്ഞ് ട്രിവാൻഡ്രം
മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. കാവേരി ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ചെയ്തത്. അച്ഛന് വേറൊരു കാര്യം അറിയോ, ഇന്ന് ഞാൻ കാവേരിയെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. അന്ന് കല്യാണ മണ്ഡപത്തിൽ ഞാൻ നിവിനുമായിട്ടുള്ള വിവാഹം നടന്നു എന്നാണ് കാവേരി വിചാരിച്ചിരിക്കുന്നത്. അന്ന് അവിടെ നടന്ന കാര്യമൊന്നും കാവേരി അറിഞ്ഞിട്ടില്ല. അതിനർത്ഥം എന്താ, അന്നത്തെ ആ സംഭവത്തിന് ശേഷം നിവിനും കാവേരിയും ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. ഞാനുമായിട്ടുള്ള നിവിന്റെ വിവാഹം നടന്നു എന്ന് വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാ കാവേരി നിവിനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിവിൻ കാവേരിയെ കണ്ടുപിടിച്ച് കാവേരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം ഒന്നും നടന്നിട്ടില്ല എന്ന് കാവേരി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് അച്ഛൻ അറിയില്ലേ? ആ കാവേരി നിവിനും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. അതെനിക്ക് കാണാൻ വയ്യ അച്ഛാ. എനിക്ക് നിവിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ കാവേരിക്ക് നിവിനെ കിട്ടരുത്, അവരൊന്നിച്ച് ജീവിക്കരുത്, അതെനിക്ക് സഹിക്കില്ല അച്ഛാ എന്നൊക്കെ രാഗിണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, മോള് വിഷമിക്കാതിരിക്കുക, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നിവിനും കാവേരിയും ഒന്നിച്ച് ജീവിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. നിവിൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അവർ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുള്ളൂ. നിവിൻ അങ്ങ് പോയാലോ, അപ്പോൾ പിന്നെ എങ്ങനെ ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ജയബാലൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് രാഗിണി ആലോചിക്കുന്നത്, അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്, എന്താ അതിൻ്റെ അർത്ഥം? നിവിനെ കൊന്നുകളയോന്നാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാഗിണി ഒന്ന് പേടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ അങ്ങനെ എങ്ങനെ ചെയ്ത് കളയോ എന്നൊക്കെ വിചാരിച്ച് പേടിക്കുകയാണ്. നിവിൻ ജീവനോടെ ഇരിക്കരുത്, നിവിന് എന്തെങ്കിലും അപകടം പറ്റണം, മരിക്കണം എന്നൊന്നും രാഗിണി മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. നിവിനും കാവേരിയും ഒന്നിക്കരുത്, മാത്രമല്ല പതുക്കെ പതുക്കെ നിവിന്റെ ജീവിതത്തിലേക്ക് കയറി പോകണം എന്ന് മാത്രമേ രാഗിണിക്ക് ആഗ്രഹമുള്ളൂ. അങ്ങനെ രാഗിണി നിവിനെ അപ്പം തന്നെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കാനായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നിവിൻ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അതിനുശേഷം രാഗിണി നിവിന്റെ പിന്നാലെ തന്നെ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ അച്ഛൻ കാരണം നിവിന് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള പേടിയിലാണ് നിവിനെ ഇങ്ങനെ സൂക്ഷിക്കാനായിട്ട് പിന്നാലെ രാഗിണി പോകുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ നിവിൻ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാഗിണി നിവിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിവിൻ അവസാനം ഫോൺ എടുക്കുന്നു. എന്നിട്ട് നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത്, ഇനി എന്നെ വിളിക്കരുത്, കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ രാഗിണി പറയാണ്, അല്ല നിവിൻ, അതുകൊണ്ടല്ല, നിവിൻ സൂക്ഷിക്കണം, നിവിന് എന്തോ അപകടം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ രാഗിണി പറയുമ്പോൾ അതൊന്നും നിവിൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇവളുടെ പുതിയ എന്തോ തന്ത്രമാണ്, എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് നിവിൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നിവിൻ ഇങ്ങനെ ഒരു അപകട സൂചന സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, നിവിൻ സൂക്ഷിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാഗിണി നിവിന്റെ പിന്നാലെ കാറും എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ ആ രാത്രി തന്നെ. അങ്ങനെ ഒരു റോഡിൽ ജയബാലൻ ഏർപ്പാടാക്കി വെച്ച ആളുകൾ നിവിന്റെ വണ്ടിയെ ഇടിച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ നിവിന് ആക്സിഡന്റ് പറ്റി നിവിൻ അവിടെ റോഡിൽ ഇപ്പം മരിക്കും എന്നുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രാഗിണി അവിടെ എത്തുന്നത് കേട്ടോ. അങ്ങനെ പേടിച്ച് നിവിൻ കണ്ണു തുറക്ക് നിവിൻ എന്നൊക്കെ പറഞ്ഞ് നിവിനെ കുറേ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആരുടെയൊക്കെയോ ഹെൽപ്പ് ചോദിക്കുന്നു. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ രാഗിണി നിവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിവിന്റെ ബോധം തെളിയാനായിട്ട് നിവിന്റെ അടുത്ത് തന്നെ കാവലിരുന്ന് രാഗിണി നിവിനെ നോക്കുന്നുണ്ട്. അവസാനം ബോധം തെളിഞ്ഞു കഴിയുമ്പോൾ നിവിൻ, നീ കണ്ണു തുറന്നോ, എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് നിവിൻ എന്നൊക്കെ രാഗിണി പറയുമ്പോൾ നിവിൻ ഒട്ടും മനസ്സിലാക്കാതെ രാഗിണിയോട് സംസാരിക്കുകയാണ് കേട്ടോ. നീ ഇനി എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ രാഗിണി എന്നൊക്കെ പറഞ്ഞ് നിവിൻ വല്ലാതെ ചൂടായി സംസാരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നിവിൻ അഡ്മിറ്റ് ആയിരിക്കുന്നത് നമ്മുടെ നിളമോൾ അഡ്മിറ്റ് ആയിരിക്കുന്ന അതേ ഹോസ്പിറ്റലിലാണ് കേട്ടോ. അവിടെ വെച്ച് നിവിൻ ഇവിടെ അഡ്മിറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ കാവേരി മനസ്സിലാക്കുന്നുണ്ട്. നിവിനെ ആ ഒരു സ്ഥിതിയിൽ കാവേരി കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാനോ അതൊന്നും എന്താണെന്ന് ചോദിക്കാനോ ഉള്ള മാനസികാവസ്ഥയിലല്ല കാവേരിക്ക് 100 പ്രശ്നങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് കാവേരി അവസാനം നരേനിലേക്ക് എത്തും. നരേൻ ഒറ്റ വാക്കുകൊണ്ട്, ഞാൻ തന്ന് ഹെൽപ്പ് ചെയ്യാം, ആ പണം ഞാൻ തരാം, പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഒറ്റ വാക്കിൽ കാവേരിയുടെ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.